കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരിശോധിക്കുകയാണെങ്കിൽ തൃശ്ശൂരിൽ 6 മണ്ഡലങ്ങളിലാണ് BJP മുന്നിൽ നിൽക്കുന്നത്. 6 മണ്ഡലങ്ങളിലും മത്സരിക്കാൻ സ്ഥാനാർത്ഥികളെ എവിടെ നിന്നും കണ്ടെത്തുമോ എന്നുള്ള കാര്യം വലിയ പ്രതിസന്ധിയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ BJPയുടെ തന്ത്രമാണ് മറ്റു പാർട്ടികളിൽ നിന്നും സ്ഥാനാർത്ഥികളെ നേതാക്കളുടെ തങ്ങളുടെ പാളയത്തിൽ എത്തിച്ച് മത്സരിപ്പിക്കുക എന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറിയിരിക്കുന്നത് തൃശ്ശൂരിലെ മേയർ തന്നെ BJP തങ്ങളുടെ പാളയത്തിൽ എത്തിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ടല്ലോ. ഇപ്പം തൃശ്ശൂര് BJPയുടെ കേരള ഘടകത്തിൻ്റെ തലസ്ഥാനമായി മാറിയിരിക്കുകയാണ്. തിരുവനന്തപുരമായിരുന്നു പണ്ട് കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നത്. ഇപ്പോൾ അതിനേക്കാൾ കൂടുതൽ, കാരണം ഒരു MP ഉള്ളിടമാണ്. ഇപ്പം സുരേഷ് ഗോപി തന്നെ നേരിട്ട് അവിടെ കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. കാരണം സുരേഷ് ഗോപിക്ക് ഇപ്പോൾ ഒരു അഭിമാന പ്രശ്നമാണ് അവിടെ നിന്ന് ഒരു 3 MLA-മാരെയെങ്കിലും നിയമസഭയിലേക്ക് അയക്കണം. അതിനും സുരേഷ് ഗോപി മുൻകൈ എടുക്കുന്നുണ്ട്. അപ്പോൾ ഗുരുവായൂരിൽ മാത്രമാണ് BJP 2ാം സ്ഥാനത്ത് വന്നിരിക്കുന്നത്. അത് ലീഗിന് അല്പം സ്വാധീനമുള്ള ഇടമാണ്. ബാക്കി 6 മണ്ഡലങ്ങളിലും ഇപ്പം പ്രധാനപ്പെട്ടവരൊക്കെ തൃശ്ശൂർ മത്സരിക്കുമെന്നാണ് അറിയുന്നത്. പുതുക്കാട് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്നുണ്ട്, തൃശ്ശൂരിൽ പത്മജ, തൃശ്ശൂർക്ക് പിന്നെ ഒരുപാട് പേരങ്ങ് മത്സരിക്കാൻ റെഡിയായിട്ട് നിൽക്കുന്നു. സുരേന്ദ്രൻ വരെ റെഡിയായി നിൽക്കുന്നുണ്ട്. MT രമേശിന് കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇതിലൊരു പ്രധാനപ്പെട്ട മണ്ഡലമാണ് ഒല്ലൂര്. നമുക്കറിയാം തൃശ്ശൂരിലെ മേയർ MK വർഗീസ്, ഇദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനായിരുന്നു. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കാതിരുന്ന അദ്ദേഹം വിമതനായി മത്സരിച്ച് വിജയിച്ചു. അപ്പൊ കോൺഗ്രസ് വിമതനായി നിന്ന് ജയിച്ച ഇദ്ദേഹത്തിന് LDFന്റെ മേയറായി മാറുകയും ചെയ്തു എന്നുള്ളതാണ്. LDF സപ്പോർട്ട് കൊടുത്തു. ഇതിൻ്റെ ഒരു കണക്കനുസരിച്ച് മാറിക്കൊടുക്കണമായിരുന്നു പിന്നീട് CPIക്ക് വേണ്ടിയിട്ട്. പക്ഷേ അതിനകത്ത് പിന്നെ മാറ്റാനൊന്നും പോയില്ല. കാരണം ഇദ്ദേഹം ചിലപ്പോൾ കാല് മാറിക്കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. അതുകൊണ്ട് അതങ്ങനെ തന്നെ തുടരട്ടെ, ഈ കാലാവധി പൂർത്തിയാക്കട്ടെ എന്നാണ് CPM-ഉം തീർച്ചപ്പെടുത്തിയത്. CPI പലപ്പോഴും ഈ മേയറുമായിട്ട് ഇടയുന്നുണ്ടായിരുന്നു. കാരണം സുരേഷ് ഗോപിയെ ഇടയ്ക്കിടയ്ക്ക് ഇദ്ദേഹം പ്രശംസിക്കുന്നു. പിന്നെ സുരേഷ് ഗോപിയുടെ തൃശ്ശൂരിലെ പ്രവർത്തനങ്ങളെ ഇദ്ദേഹം വിലയിരുത്തിക്കൊണ്ട് പ്രശംസിക്കുകയൊക്കെ ചെയ്യുന്നത് CPIയെ അതൃപ്തരാക്കുന്നുണ്ട്. CPIക്ക് അവിടെ അല്പം സ്വാധീനമുള്ള ഇടമാണല്ലോ തൃശ്ശൂർ. അതുപോലെ തന്നെ തിരിച്ചടി അവർക്ക് കിട്ടി. അവർക്ക് പ്രധാന ദേഷ്യം എന്ന് പറയുന്നത് സുരേഷ് ഗോപിയെ വിജയിച്ചു പോയി CPIയുടെ സുനിൽകുമാർ പരാജയപ്പെട്ടതിലാണ്. അതിനകത്ത് തൃശ്ശൂർ പൂരം കലക്കി അതിലൂടെ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചു എന്നുള്ള വർത്തമാനം ഒക്കെ നിലനിൽക്കുന്നത് CPIക്ക് ഒരു ക്ഷീണമായിട്ടാണ് കരുതുന്നത്. അതിൻ്റെ കൂടി ഇപ്പം MK വർഗീസ്, ഈ MK വർഗീസിന്റെ വീട്ടില് K സുരേന്ദ്രൻ കഴിഞ്ഞ ക്രിസ്മസ് കാലത്ത് കേക്കുമായിട്ട് ചെന്നു. അതും CPIക്കാർ വലിയ ചർച്ചാ വിഷയമാക്കി. അന്ന് CPI വളരെ ശക്തിയായിട്ട് എതിർത്തുകൊണ്ട് പറഞ്ഞു, ചോറ് ഇവിടെയും കൂറങ്ങുമാണ് എന്നൊക്കെ പറയുകയുണ്ടായി. ഇപ്പോൾ അങ്ങനെ പൊതുവെ ഒരു BJPയോടുള്ള ഒരാഭിമുഖ്യം പുലർത്തി നിൽക്കുന്ന MK വർഗീസിനെ ഈ തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ തൃശ്ശൂർ ജില്ലയിലെ ഒല്ലൂരിൽ നിർത്തി മത്സരിപ്പിക്കുമെന്നാണ് അറിയുന്നത്. ക്രൈസ്തവ മേഖല കൂടിയാണ് അവിടെ. ക്രൈസ്തവർ തൃശ്ശൂർ നല്ല പങ്കുണ്ട്. ഈ ക്രൈസ്തവ വിഭാഗവുമായിട്ട് സുരേഷ് ഗോപി നല്ല ബന്ധത്തിലുമാണ്. അപ്പോൾ ഈ ക്രൈസ്തവ വോട്ടുകൾ നിർണായകമാകുന്നത് കൊണ്ട് ഈ MK വർഗീസിനെ അവിടെ നിർത്തിക്കഴിഞ്ഞാൽ ജയിക്കാൻ കഴിയുമെന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. കാരണം സുരേഷ് ഗോപി തന്നെ അവിടെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 10,000-ലധികം വോട്ടിന്റെ ലീഡ് ഉണ്ടായിരുന്നു. 10,000-ലധികം. പിന്നെ MK വർഗീസ് പൊതുവെ ഒരു പൊതുസമ്മതനായിട്ടുള്ള സ്ഥാനാർത്ഥിയാണ്. ഇപ്പൊ BJPക്ക് മുമ്പ് അവിടുത്തെ സ്ഥിതി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ 2011 അവിടെ 6,000 വോട്ടാണ് ലഭിച്ചത്. 11 2016 വന്നിട്ട് നിയമസഭയിലേക്ക് BDJSന്റെ സ്ഥാനാർത്ഥിയാണ് അവിടെ നിന്നത്. PK സന്തോഷ് എന്നാണ്. പിന്നെ BDJSന്റെ ആ സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് 11,000 വോട്ട് കിട്ടുകയും ചെയ്തു. 2021 വന്നിട്ട് ഗോപാലകൃഷ്ണനാണ് നിന്നത്. ബി ഗോപാലകൃഷ്ണന് 22,000 വോട്ട് മാത്രമാണ് കിട്ടിയത്. സുരേഷ് ഗോപി പാർലമെന്റിലേക്ക് മത്സരിച്ചപ്പോൾ 10,000 വോട്ടിന്റെ ലീഡ് വന്നു. അപ്പൊ സുരേഷ് ഗോപിയുടെ സ്വാധീനവുമുണ്ട്,
BJPയുടെ വളർച്ചയുമുണ്ട്. ഈ ക്രൈസ്തവ വോട്ടുകൾ കൂടി നിർണായകമായ സ്ഥിതിക്ക് ഒല്ലൂരിലെ MK വർഗീസിനെ നിർത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിയും എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ MK വർഗീസ് അവിടെ മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ തൃശ്ശൂർ രാഷ്ട്രീയം വേറൊരു തലത്തിലേക്ക് മാറും, കേരള രാഷ്ട്രീയവും വേറൊരു തലത്തിലേക്ക് മാറുകയും ചെയ്യും. കാരണം പിന്നെ LDFന്റെ മേയറാണ് സുരേഷ് ഗോപിയെ തുടരെ പ്രശംസിച്ച് അദ്ദേഹം BJPയിൽ എത്തുന്ന ഒരു ഘട്ടത്തിലേക്കാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഒല്ലൂര് എനിക്ക് തോന്നുന്നു നിയമസഭയിൽ ഇപ്പോൾ നിയമം കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. നിയമം എങ്ങനെയും തിരിച്ചു പിടിക്കണമെന്നുള്ളത്. കാരണം ആദ്യമായിട്ട് കിട്ടിയ അവിടമാണല്ലോ. അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരോടെ മത്സരിക്കുന്നു. തൃശ്ശൂരിലെ ഈ പറഞ്ഞ മണ്ഡലങ്ങളിലൊക്കെ പ്രമുഖരായിരിക്കും ഇറങ്ങുന്നത്. ഒല്ലൂരിൽ MK വർഗീസ്, പുതുക്കാട് ശോഭാ സുരേന്ദ്രൻ, തൃശ്ശൂർ പത്മജ അല്ലെങ്കിൽ K സുരേന്ദ്രൻ, പിന്നീട് മറ്റ് മണ്ഡലങ്ങളിലെ ഏതെങ്കിലും ഒന്നിൽ MT രമേശ് ഒക്കെ 6 മണ്ഡലങ്ങളിൽ അവർ നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഗുരുവായൂരിൽ പ്രവർത്തനം കുറവാണെന്നല്ല പറയുന്നത്, അവിടെയും വോട്ട് നിലവാരത്തിൽ മാറണം. അവിടെ 2ാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ടല്ലേ. അവിടെ പിന്നെ ലീഗിന്റെ ആധിപത്യമാണ് ഉള്ളത്. അവിടുത്തെ MLA അക്ബറാണ്, LDFന്റെ CPM. KNA ഖാദറായിരുന്നു അന്ന് പിന്നെ അക്ബർ പരാജയപ്പെടുത്തിയത് 15,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ. അപ്പൊ ഇതൊരു വലിയ നിർണായകമായിട്ടുള്ള കാര്യമായി മാറും. തൃശ്ശൂരിൽ ക്രൈസ്തവ വോട്ടുകൾ എന്തായാലും പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. അപ്പൊ സുരേഷ് ഗോപിയും കൂടി ഇവിടെ തൃശ്ശൂരിൽ നേതൃത്വം കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം സുരേഷ് ഗോപിയുടെ അഭിമാന പ്രശ്നമാണ്. ഇത്രയും ഈ വോട്ട് കച്ചവടം നടന്നു, വോട്ട് കൊള്ള നടന്നു എന്നൊക്കെ പറഞ്ഞ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഇവിടെ നിന്ന് BJP വീണ്ടും വീണ്ടും വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സുരേഷ് ഗോപിയുടെ വിജയം ഒരിക്കൽ കൂടി തിളക്കമാർന്ന രീതിയിൽ മാറാൻ പോവുകയാണ്. സുരേഷ് ഗോപിയുടെ ഭൂരിപക്ഷവും പറയുന്നത് നമുക്കറിയാം, 76,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷമുണ്ട്. ആ ഭൂരിപക്ഷം കണക്ക് കൂട്ടുമ്പോൾ ഇപ്പൊ പലരും പറയും ലോക്സഭയിലെ കണക്കല്ല നിയമസഭയിൽ വരുന്നതെന്ന് പറയും. അതുകൊണ്ട് തന്നെ ഈ മേയറും സുരേഷ് ഗോപിയും തമ്മിൽ അടുത്ത ബന്ധം സൂക്ഷിക്കുന്നത്. മുൻപ് നമുക്കറിയാം, തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ മേയർ പരസ്യമായി തന്നെ സുരേഷ് ഗോപിയെ പിന്തുണയ്ക്കുന്ന സാഹചര്യം ഉണ്ടായി. അത് CPIയെ വളരെ അതൃപ്തരാക്കിയിരിക്കുന്ന ഒരു കാര്യമല്ലേ അത്. കാരണം അത് CPIക്കുള്ള ഒരു തട്ടമാണ്. ഇപ്പൊ ഈ ഒല്ലൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി MLA K രാജനാണ്, നമ്മുടെ റവന്യൂ മന്ത്രി. CPIക്ക് നല്ല സ്വാധീനമുള്ള ഇടമാണ് തൃശ്ശൂരും ഒക്കെ. VS സുനിൽകുമാർ, BB രാഘവനല്ലേ പണ്ട് K കരുണാകരനെ തോൽപ്പിച്ചത്. ലീഡർ പോലും തോറ്റിട്ടുള്ള ഇടമാണ്. ലീഡറിന്റെ മകളും തോറ്റു 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. അതുകൊണ്ടാണ് പത്മജയ്ക്ക് ഇവിടം മത്സരിക്കണമെന്നുള്ളത്, തൃശ്ശൂരിൽ മത്സരിക്കുക എന്നുള്ളത്. ഇനി അഥവാ മുരളീധരൻ വട്ടിയൂർക്കാവിൽ വരികയാണെങ്കിൽ BJP ചിലപ്പോൾ പത്മജയെ ഇവിടെ നിർത്തി മത്സരിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. മുരളീധരൻ എന്തായാലും മത്സരിക്കില്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം അത് അദ്ദേഹത്തെ തോൽപ്പിക്കാൻ വേണ്ടി പാർട്ടി ചെയ്യുന്ന ഒരു പരിപാടിയായിരിക്കും അത്. അപ്പൊ എന്തായാലും തൃശ്ശൂരിലെ രാഷ്ട്രീയം വേറൊരു തരത്തിലേക്ക്, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിലേക്കായിരുന്നു എല്ലാവരുടെയും നോട്ടം. അതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ ജില്ലയിലേക്കായിരിക്കും കേരള രാഷ്ട്രീയം ഉറ്റുനോക്കാൻ പോകുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.